ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഫ്രീ ഫയറിലെ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ നമ്മൾ കൊണ്ടുവരുന്നു. പക്ഷേ നിങ്ങളാരെങ്കിലും കമൻ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മൾ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കൂടെ കളിക്കാൻ. അറിയില്ല അവർ കളിക്കാനുണ്ടോ വരുന്നുണ്ടോയെന്ന് അറിയില്ല. വിളിച്ചൊക്കെ ഇല്ല ഗൈസ്. ഒരാളുണ്ട് പക്ഷെ വിളിച്ചിട്ട് വരുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ ആരെങ്കിലും ഫ്രണ്ട്സിനൊപ്പം കളിക്കുന്നതായിരുന്നു ആഗ്രഹം. പിന്നെ അപ്പം അതാ ആ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഞാൻ ഏതായിരുന്നു ഗോൾഡ് സിൽവർ ഏതോ ഒന്നായിരുന്നു. ഇപ്പം അതാ ഉണ്ടെന്ന് പ്ലാറ്റിനോ എന്തോ ഒരു പേര്. ഇതായി അത്ര പറഞ്ഞാൽ മതി. ഇതായി പിന്നെപ്പം എന്താ പിന്നെ ഞാൻ ഇതിൽ ഗോൾഡ് അടിക്കുകയും ചെയ്തു. ഇതിന് ഇപ്പോൾ ഗോൾഡ് അടിച്ചു. എനിക്ക് ഇതൊന്ന് കളിച്ചോക്കാം. ഇന്ന് ഞാൻ മണ്ടപ്പ പേര് ബിലാൽ എന്നല്ല. ഡെസേർട്ടില്ല ഗൈസ്. ഡെസേർട്ടായിട്ട് വണ്ടാ പഠിക്കുമ്പോൾ ആരാണ് വെറുതെ ഉണ്ട തീർക്കണേ. നിന്റെ ഉണ്ടറ സൗണ്ട് തീർത്ത ഒന്നും ഉണ്ടായിരുന്നേ. വെക്കല്ലേ എനിമിനെ കണ്ടാൽ മാത്രം വെടിവെച്ചാൽ മതി. അല്ലാതെ നിങ്ങളൊന്നും വെടിവെക്കാൻ പാടില്ല. ഇവിടെ കണ്ട ഞാൻ ഓടിയ ഇക്ക വെറുതെ ഇരുന്ന് നിങ്ങളുടെ ഇഞ്ചാവാം. ഇല്ലല്ലോ തപ്പില്ല. ഇവരെങ്ങാരും വീണ്ടും വന്ന് അല്ല മോളിലിതാ മോളിലാരോ എന്തൊക്കെ മോളിലല്ല ഇവിടെയാണ് അടിയിൽ ഇതാ. ഒരുത്തനെന്തായാലും മോളിക്ക് ഇങ്ങനെ വെടിവെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. ഓനെ ഞാൻ സൂം ചെയ്ത് കൊന്നു. പക്ഷെ സൂം ചെയ്യുമ്പോഴേക്കും വന്ന് തന്നെ തട്ടി. അയ്യോ മാറ്റാൻ പറ്റുമോ? ഇനി നമുക്ക് റീലോഡ് അടിച്ചേക്കാം. അല്ലെങ്കിൽ വേണ്ട. അയ്യോ റിക്വസ്റ്റ് അടിക്കാൻ റിക്വസ്റ്റ് അടിക്കാൻ എല്ലാവരും ഇപ്പോൾ പോയല്ല. പൂവാൾ എടുക്കാനുള്ള ആഗ്രഹം അതാണ്. ഇത് നമ്മളീ പുഴയിൽ കൂടെ നീന്തുകയാണെങ്കിൽ നമുക്ക് ആ ടൈമിൽ വെടി വെക്കാൻ പറ്റില്ല. അത് വേറെ സീനാണ് ഗൈസ്. അത് സീനാണ്. വെടി വെക്കാൻ പറ്റില്ല. നല്ല സ്ഥലത്താട്ടെ ഞാൻ ചാടിയ എനിക്ക് തീരുമാനിക്കില്ല. ഞാൻ അത്ര ഓപ്പണിക്കുള്ളത് ഞാൻ സൗണ്ട് ഇത്തിരി കൂട്ടി വെച്ചിട്ടുണ്ട്. എനിക്ക് ഇതിട്ട് സൗണ്ട് അടിച്ച് ചെവി പൊട്ടുകയാണേ. അതുകൊണ്ട് ഞാൻ സൗണ്ട് ഇത്തിരി
കൂട്ടിയല്ല സോറി കുറച്ച് വെച്ചിട്ടുണ്ട്. ഡാർക്ക് ആയിട്ട് ഈ മഷ്റൂം എടുക്കാം. എന്നാ അടുത്തെടുത്തോ ചേട്ടൻ, നല്ല മഷ്റൂം എടുത്തോ. ചേട്ടന് വേണ്ടത്ര. ഈ ഡ്രാഗനൊന്ന് ഞാൻ ചത്തു. അവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ല കൊണ്ടുപോകും. എൻ്റെ അത്ര ചാടിങ്ങോട്ട് വരും. എഴുത്തനും കൂടിയുള്ളൂ. നമുക്ക് എന്തായാലും ചാവാം, എന്നിട്ട് ഓൻ്റെ കളി കാണാം. പെട്ടെന്ന് ചാവും. കളി കാണണേ ഓമനോ പുള്ളിക്കാരൻ്റെ എത്ത്. അവൻ്റെ തലക്കെട്ട് ഞാൻ പൊളിച്ചതാ, പക്ഷെ ഹെൽത്ത് കൂട്ടിയിട്ട് തലക്കെട്ട് പൊളിച്ചത് ഡാമേജ് കൊടുത്ത് ഞാൻ ചത്തു. അത് ഞാൻ കണ്ടില്ല. എന്തായാലും നമുക്ക് ഇതൊന്ന് ഫുൾ അപ്ഡേറ്റ് ചെയ്താൽ അങ്ങനെ ആകൊണ്ട് ഫുൾ അപ്ഡേറ്റ് ചെയ്തു. ഇനി നമുക്ക് നേരെ വിടാം, അല്ലെങ്കിൽ വേണ്ട വളഞ്ഞ അങ്ങനെ അടിച്ചല്ല പുറകെ കൂടെ ചെന്ന് എല്ലാവരും അടിക്കുക. അതങ്ങനെ പൊളിക്കും. പുറകെ കൂടെ ചെന്ന് അടിക്കാൻ നല്ലത്. ഇവിടെ ആരാ? ഒരുത്തൻ എന്നെ കണ്ടു. ഒരുത്തനെ ഞാൻ കാണുന്നു. I see. Thanks. ഞാൻ ചത്തടാ. ഹെൽപ്പ്. ആ പെണ്ണി സോണിയ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചത്താ. ഇങ്ങോട്ട് വാടാ മൊണ്ണകളെ. ബാസ്റ്റ് അതിൻ്റെ അത്ത് എന്താണ് അതിന്റെ പിടിപ്പൊന്നും വിളിച്ചിരിക്കാത്ത കഷ്ടം തന്നെ. കഷ്ടം അമ്മ. എനിക്ക് തന്നെ ഒരു പൊട്ട ടീംസിനെ തന്നെ കിട്ടാതി. എന്ത് ചെയ്യാനാ, ഇതൊന്നും നോക്കി നോക്കിയാലോ. ഇത് നമുക്ക് ഇതിൻ്റെ ഫുള്ള് കഴിഞ്ഞു. ഇത് ഞാനെല്ലാം ക്ലൈമഡ് ചെയ്തു. ഇതിന് എങ്ങനെ കിട്ടുക എന്തോ ഡയമണ്ട് കൊടുക്കണതിന്. എന്നെ കൊണ്ടൊന്നും വയ്യ ഡയമണ്ട് കൊടുക്കും. ഒന്നും കൂടി ഒന്ന് കളിക്കാം. ഇത്തവണ എന്തായാലും ഞാൻ ഗോൾഡ് 2 അടിച്ചിരിക്കും. നല്ല പ്ലേയേഴ്സിനെ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഇരിക്കും. ഒരാൾ നല്ല പ്ലെയർ കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സാണെന്ന് തോന്നണേ. നോക്കാം. നമ്മള് ഗോൾഡ് 2ഉം അമാര് ഗോൾഡ് 4ഉം ബാസ്റ്റ്. അപ്പം ഇന്ന് നമ്മുടെ കാര്യത്തിൽ തീരുമാനമായി. നമ്മൾ ട്രൈ ചെയ്യണം. ഡയലോഗ് മാറിപ്പോയി. തോൽക്കുന്നതിന് മുമ്പ് ശ്രമിച്ചതിന് ശേഷമാണ് നമ്മൾ തോൽവി നോക്കുക. എൻ്റെ പൊന്നെ ഇപ്പോൾ ഞാൻ തോറ്റു. ഞാൻ തോൽവിക്കാരനാ കേട്ടാ. എടുക്കണം, ഞാൻ നല്ല തോൽവിക്കാരനാ. എന്നെ കൊണ്ടൊന്നും വയ്യ. കഷ്ടം തന്നെ. ഇപ്പോൾ ഒരുത്തൻ്റെ കാര്യത്തിൽ തീരുമാനിക്കും. ഓക്കെ, അവനും തീർത്ത് ഞാൻ ഒരുത്തന് അടുത്തവ വീണ്ടും ചാവാൻ വന്നിട്ടുണ്ട്. കോപ്പില്ലാത്ത പ്ലേയേഴ്സ് തന്നെ കളിക്കണമൊക്കെ ഉണ്ട്. ആ പറഞ്ഞ ഞാനുണ്ട് തിരിച്ചെടുത്ത്. ഇത്തവണ എന്തായാലും ഞാൻ ഗോൾഡ് 2 അടിച്ചിരിക്കും.
ഇത്തവണ എന്തെങ്കിലും ട്രൈ ബിലാൽ ട്രൈ. ഇങ്ങനെ തോറ്റ് പോകാൻ പാടില്ല. നമുക്കില്ല അവന്മാരെല്ലാവരും ഇങ്ങനെ ഒരുമിച്ചാണ് വരുന്നത്. പക്ഷെ നമ്മളില്ല ഒരറിയാതെ ഓരോരുത്തരായിട്ട് കൊല്ലാം. നമ്മളെല്ലാവരും ചാറുപാറ പറഞ്ഞിട്ടാ കൊല്ലുന്നത്. അങ്ങനെ അയ്യോ തിരിഞ്ഞുണ്ട്. അയ്യോ ഇവിടെ ഉണ്ടായിരുന്നു വേറെ എണ്ണ. അതാണ് എൻ്റെ ഗണ്ണിൻ്റെ സ്കിന്നുണ്ടാവില്ല. എന്നിട്ട് വാമച്ചാൻ എപ്പോഴും നീ വന്നത് നല്ല അടി കൊണ്ട്. തുടക്കം തന്നെ മോശമാണല്ലോ. എവിടുന്ന് അടി കൊണ്ടേന്ന് അറിയില്ലെങ്കിലും അങ്ങനെ തന്നെ ബോയ്സ്. ഒരുത്തനെ പറ്റില്ല. അവൻ്റെ കണ്ണ് വെച്ചിട്ട അപ്പം തന്നെ പറ്റുക. അതെങ്ങനെ ഉണ്ടല്ലേ ഐഡിയ. ഓടിയത് നേരെ സോണിക്കല്ലേ ചത്ത്. അപ്പൊ നമ്മുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ മൈ ബോയ്സ് വെൽ ഡൺ. ഞാൻ ലാസ്റ്റാ ഉഷാറായി. ലാസ്റ്റ് അത് കുഴപ്പമില്ലേ, എനിക്കെന്തായാലും കളി ജയിച്ചാൽ മതി. നമ്മൾ ഈ വൺ ടാപ്പ് അടിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ ഒരു വൺ ടാപ്പ് അടിക്കണം ചിലപ്പോൾ നേരെ കുത്തി പിടിക്കില്ല. അങ്ങനത്തെ ഒരു ശീലം എനിക്കുണ്ട്. പക്ഷെ ഞാൻ കുറക്കാനൊക്കെ തുടങ്ങി. അതിനുള്ള ട്രിക്കുകൾ ഡെസേർട്ടായിട്ടാണ് പിന്നെ ഒന്നും കൂടി അടിക്കാൻ പറ്റുക. ഡെസേർട്ടാണ് ഒന്നും കൂടി നല്ലത്. വൺ ടാപ്പ് ഡെസേർട്ട് എടുക്കുക, അതായിട്ടാണ് നന്നായിട്ട് അടിക്കാൻ പറ്റുക. ഇതുപോലുള്ള ഗൺസോളൊന്ന് കുത്തി പിടിക്കുക. പിന്നെ നമ്മളിങ്ങനെ പൊക്കാൻ പറ്റുമല്ലോ വിചാരിച്ച് അങ്ങനെ പൊക്കി പിടിക്കാനൊക്കെ ശ്രമിക്കുമെങ്കിലും അത് ചിലതൊക്കെ അങ്ങനെ പൊങ്ങുള്ളൂ. എല്ലാവരും നോക്കാം. വൺ ടാപ്പ് അടിക്കാൻ നോക്കിയതാ ജയിച്ചി. എനിക്ക് എൻ്റെ ടീമിലുള്ള ആൾക്കാർ ന്യൂ പ്രാങ്ക് ചെയ്യാൻ വന്നതാണ്. ന്യൂ പ്രാങ്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും 3-0 ആകുമ്പോഴല്ല അവന്മാർ പ്രാങ്ക് തുടങ്ങുക. ഇപ്പം തന്നെ ഒന്നും ആരും തുടങ്ങൂലല്ലോ. ന്യൂ പ്രാങ്ക് തന്നെയാണ്. ചിലപ്പോൾ വേറെ പരിപാടി അതൊന്നും ആവില്ല. ന്യൂ പ്രാങ്ക് ആണെങ്കിൽ എതിർ ടീമിന് 3 നമ്മുടെ ടീമിന് 0 ആകുമ്പോഴാണ് അവന്മാർ കളിച്ചിട്ട് 3-4 പൊട്ടിക്കുക. പക്ഷെ ഇവരങ്ങനല്ലോ, ഓർക്കൊന്നായത് ഒരു കളി തുടങ്ങി. ഇനി അടുത്ത അളുപ്പ് വരും. നല്ല കൊണ്ടുക്കണ്. ഓക്കെ കൊണ്ടു അത്തു. ഓക്കെ സെക്കൻഡ് ആയിക്കോട്ടെ. ഓക്കെ ഒരു കളി കൂടി ജയിച്ചു. നമ്മൾ ജയിച്ചു. എനിക്കിനി ഗേൾസിന് ആവശ്യമില്ല. ഡെസേർട്ടില്ല സാറില്ല. എമ്മീറ്റർ ആവശ്യമുണ്ട്. ഓക്കെ ഒരു റിക്വസ്റ്റ് ചെയ്യാം. നമ്മൾ റിക്വസ്റ്റ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ സാധനത്തിന്. ഇത് കാണാം. ഇതെൻ്റെ ഫുള്ളാലോ. ഓക്കെ ഇത് റിക്വസ്റ്റ് ചെയ്യാം. ഇനി ആരും എടുത്തേരൂല. ആ ഡ്രാഗനും വെറുതെ കൊല്ലണ്ട. ഒരുത്തന് എനിക്കിട്ട് പൊട്ടിച്ചു. പക്ഷെ അതെനിക്ക് കൊണ്ടീര നേരം പോലെ. ഞാൻ ഇപ്പം ചത്തിനോ. ഒരാൾക്ക് എന്തായാലും പുറത്തേക്ക് ഒരുത്തം പോയ അല്ല ഞാൻ ശ്രദ്ധിക്കാനേ. ഞാൻ ടീമാണ്.
ഇട്ടി മല്ലിയ എന്താ എനിക്ക് ഈ ഇമോട്ട് കിട്ടിയിരിക്കണ കേട്ടോ. ഞാനില്ല, എൻ്റെ കയ്യിലൊക്കെ ഒരു ഇമോട്ട് ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഞാൻ പിന്നെ എൻ്റെ ഇമോട്ടിൻ്റെ കളക്ഷൻസിൽ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ 2 ഇമോട്ട് കളിക്കും. ഒരു ഇമോട്ട് എന്തായാലും ഒരു 30 ദിവസം കഴിഞ്ഞാൽ പോകും. പക്ഷേ ഈ മറ്റേ ഇമോട്ടില്ലേ, ഞാൻ ഇപ്പോൾ ആ കളി ജയിച്ചപ്പോൾ ഇട്ട ഇമോട്ട്, ആ ഇമോട്ട് പോകുമല്ലോ, ആ ഇമോട്ട് ഫുള്ളാ. ഓക്കേ, അങ്ങനെ എനിക്കതാ ഒരു പെറ്റും കിട്ടി. നമുക്ക്